पीछे को बढ़ जाओ, आगे बढ़ जाओ भाई, पानी बोतल। हाँ भाई, पानी बोतल। ठंडा 20 रुपए। हाँ भैया दे दो तो भाई साहब देने। ഗൈസ്, നൈനിറ്റാളിലേക്കുള്ള യാത്രയിലാണ്. രാവിലെ സമയത്ത് 8:30 ഉണ്ടാവും അല്ലേ? 8:45 സമയം. നല്ല ചൂടാണ്, ഹീറ്റാണ്. അവിടുന്ന് ധാരാളം ബസ്സുകളുണ്ട്. 70 രൂപയാണ് അല്ലേ നിങ്ങൾക്ക് ടിക്കറ്റ്? 85 രൂപ. ബസ്സിന് 85 രൂപയാണ്. 10-50 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം. 170 രൂപ 2 ടിക്കറ്റാണ് കേട്ടോ. 2 പേർക്കുള്ള ടിക്കറ്റാണ്. 170 രൂപയാണ് 2 പേർക്ക് ടിക്കറ്റ്. ഈ റൂട്ടിൽ തന്നെയാണ് രുദ്രപൂർ, ബറേലി, അതുപോലെ തന്നെ ഭീംതാളൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് ഒരു വലിയൊരു ബോർഡ് കണ്ടു അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാലം കേട്ട സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അൽമോഡയുണ്ട്, കൗസാനി, ബാഗേശ്വർ, മുൻസിയാരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാം ഹിമാലയൻ ഏരിയകളാണ്. ഇപ്പം നമ്മൾ ഹിമാലയത്തിന്റെ താഴെയാണുള്ളത് ഹൽദ്വാനി. അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കാത്തഗോദം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. കാത്തഗോദാണ് അതിൻ്റെ ഒരു മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നൈനിറ്റാളിലെത്തി. അപ്പം നൈനിറ്റാള് ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണുള്ളത്. ഞാൻ ബസ് സ്റ്റാൻഡ് എനിക്ക് കാണിച്ചു തരാം. ഒരു 1.5 മണിക്കൂറിലധികം സമയമെടുത്തു. എവിടുന്ന് ഹൽദ്വാനിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്താൻ 1.5 മണിക്കൂറിലധികം സമയമെടുത്തു. ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉള്ള ഹിൽ സ്റ്റേഷനാണ്. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. മറ്റു വർത്തമാനങ്ങളിലൂടെ, കാഴ്ചകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇതാണ് നൈനിറ്റാളിലെ ബസ് സ്റ്റാൻഡ്. ഇത് മുഴുവൻ ഹൽദ്വാനിക്കൊക്കെ പോകുന്ന ബസ്സുകളാണ്. ഇവിടെ നിന്ന് അൽമോറ, ഭീംതാൾ, ഭവാളിക്ക് 11 കിലോമീറ്ററാണ്. അപ്പം നമുക്കിനി ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇതൊരു പക്കാ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേട്ടോ. പക്കാ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ്. അതിമനോഹരമായ ഒരു ലേക്ക് ഉണ്ട് ഇവിടെ. ആ ലേക്കിന് ചുറ്റുമുള്ള ജീവിതമാണ് നമുക്ക് കാണാനുള്ളത്. നൈനിതാൾ, താൾ എന്ന് പറഞ്ഞാൽ തടാകം. ആകെ വാഹനങ്ങളുടെ ബഹളമാണ്. നമ്മളിപ്പോൾ മാൾ റോഡിലേക്കാണ് പോകുന്നത്. ഈ ഹിമാലയൻ ഹിൽ സ്റ്റേഷനുകളിലൊക്കെ മാൾ റോഡ് വളരെ പ്രധാനമാണ്. വന്നിരിക്കാനും കണ്ടോ, അത്യാവശ്യം സാമ്പത്തികമായ നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള ആളുകളാണ് ഇതിന് ചുറ്റുമുള്ള. അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഒരു ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളാണ്. ഞാനിത് 3ാമത്തെ തവണ ഇവിടെ വരുന്നു കേട്ടോ. ഗാന്ധിജിയുടെ മാൾ റോഡിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട്. ഇതാണ് ആ സ്ക്വയർ. ഇതാണ് സ്ക്വയർ. ഹണിമൂണിന് ധാരാളം കപ്പിൾസ് വരും. ഹണിമൂണിനെ ധാരാളം കപ്പിൾസ് വരാറുണ്ട്. ഈ തടാകത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. തടാകത്തിന് ചുറ്റുമുള്ള ജീവിതമാണ് കേട്ടോ. ഈ തടാകത്തിൽ ബോട്ടിംഗ് ഉണ്ട്. ഇപ്പം നിറയെ ബോട്ടുകൾ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ, കണ്ടില്ലേ? തടാകത്തിന് ചുറ്റും ചെറിയ മഞ്ഞുണ്ട്. ചെറിയ മഞ്ഞുണ്ട്. അപ്പുറത്താണ്, ഇതിൻ്റെ അക്കരെയാണ് നൈനാദേവി ക്ഷേത്രം ഉള്ളത് കേട്ടോ. ശക്തിപീഠങ്ങളിൽ ഒന്നാണ് നൈനാദേവി ക്ഷേത്രം. ഇത് കാണാനും ഈ ബോട്ടിങ് ആസ്വദിക്കാനും വേണ്ടി അവിടെ വരുന്നത്. മാത്രമല്ല, ഇവിടെ ഉത്തരാഖണ്ഡിൻ്റെ താഴ്വരയിൽ നിന്ന് ഹൽദ്വാനിയിൽ നിന്ന് അധികം ദൂരം ഇല്ല. 1.5 മണിക്കൂർ ദൂരേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു ഹിൽ സ്റ്റേഷനിലെ തണുപ്പ് ആസ്വദിച്ച് ഇവിടെ വന്ന് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനം. ഉത്തരേന്ത്യയിൽ ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് വരും. പ്രത്യേകിച്ച് ഐസ് വീഴുന്ന പ്രത്യേകിച്ച് സമയമുണ്ട്. ആ സമയമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരിക. ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്ന ഒന്ന് കലാദുംഗി 37 കിലോമീറ്റർ, ഉത്തരാഖണ്ഡ് അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ 4 കിലോമീറ്റർ, ഹൈക്കോർട്ട് 3 കിലോമീറ്റർ. ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആർമി റെസ്റ്റ് ഹൗസ്, അതിൻ്റെ ഒരു സെന്റർ ഇവിടെ കാണാനുണ്ട് കേട്ടോ. ആർമിയുടെ റെസ്റ്റ് ഹൗസാണ്. M.T. വാസുദേവൻ നായർ എഴുതിയ ഒരു നോവലുണ്ട്, പ്രസിദ്ധമായ നോവൽ മഞ്ഞ് എന്നാണ് അതിൻ്റെ പേര്. അതിലെ കഥ നടക്കുന്നത് ഇവിടെ വെച്ചാണ് കേട്ടോ. ഈ സ്ഥലത്താണ് അതിലെ കഥ നടക്കുന്നത്. കണ്ടോ, ബോട്ടുകൾ കണ്ടോ, ധാരാളം സവാരി നടക്കുന്നുണ്ട്. ബോട്ടുകൾ കണ്ടമാനമുണ്ട്. വന്നിട്ട്
ഒരു ചെറിയ മിസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് അവിടെയൊക്കെ. ആളുകളൊക്കെ ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട്. ബോട്ടിംഗ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈവനിങ് ആണ് ഇവിടുത്തെ ഭയങ്കര രസം. നല്ല ലൈറ്റ്, ആകെ ദീപാലങ്കൃതമായിട്ട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്ന് ആഹ്ലാദിച്ച് ആനന്ദിച്ച് പോകുന്നൊരു കാഴ്ചയുണ്ട്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ. ഒരു സ്റ്റാച്യു ആണ് കേട്ടോ, ഹരിശ്ചന്ദ്ര സിംഗ്. അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയാണ് ഇവിടെ കാണുന്നത്. മനോഹരമായ നൈനിറ്റാളിലെ രാജവീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും വൃക്ഷങ്ങള്, അതിൻ്റെ ഒരു തണുപ്പ്. നമ്മളെ കൊടൈക്കനാലിലൊക്കെ പോയ പോലെ അവിടെ ഇല്ല ഒരു തടാകം, അതിനേക്കാളൊക്കെ വലുതാണെന്ന് തോന്നുന്നു. ചുറ്റും പച്ചപ്പ്, ഹരിതാപം. ഓരോ സീസണിലും ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ. ഓരോ സീസണിലും ഈ ഇലകളുടെ കളറുകളൊക്കെ ചേഞ്ചായി മാറും. നല്ല തിരക്കുണ്ട്, ആളുകളൊക്കെ ചൂടായതുകൊണ്ട്. ഉത്തരേന്ത്യയിൽ നല്ല ചൂടാണ്, അതുകൊണ്ട് ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ് എന്നൊക്കെ ഇങ്ങോട്ടേക്ക് ധാരാളം ആളുകൾ വരും. ഉത്തരാഖണ്ഡിൻ്റെ താഴ്പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ വരും. ബോട്ടിങ് എവിടെ നോക്കിയാലും ബോട്ടിങ്ങിൻ്റെ ഒരു കാഴ്ചയാണ്. എന്ത് രസമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ ബോട്ടിങ് ചെയ്തതാണ്. ഇപ്രാവശ്യം ബോട്ടിങ് എന്തായാലും പരിപാടിയില്ല. അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഇതിൽ കിടപ്പുണ്ട് കേട്ടോ, എൻ്റെ യൂട്യൂബിൽ. ഇവിടെ ഒരു ചർച്ച് കണ്ടോ നിങ്ങൾ? ഒരു ചർച്ച്, മനോഹരമായൊരു ചർച്ച്. അതെ അതെ, അതിൻ്റെ പേര് നല്ല അടിപൊളി ചർച്ച കേട്ടോ അത്. ഇന്നലെ 3 ദിവസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൂടുണ്ട് കേട്ടോ. ആ ചൂടിൽ നിന്ന് ഈ 10-40 കിലോമീറ്റർ താണ്ടി മുകളിലെത്തിയപ്പോൾ എന്തൊരു സുഖമാണ്. റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നിരുന്നില്ല കേട്ടോ. റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ കഴിയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. AC ഇട്ട് അതിനുള്ളിൽ തന്നെ കിടക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു സമാധാനമുണ്ട്, ഒരു സന്തോഷമുണ്ട് കേട്ടോ. എത്ര വേഗമാണ് കാലാവസ്ഥ മാറണത്. ഒരു 10-30 കിലോമീറ്റർ താണ്ടുമ്പോഴേക്ക് ചൂട് 40 കിലോമീറ്റർ, 40 ഡിഗ്രി കിലോമീറ്റർ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്ന് നമ്മൾ നേരെ എത്തണം. ഒരു 10-22 സെൻറ്റിഗ്രേഡിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ ഈ നൈനിത്താൾ, ഈ തടാകം മാത്രമല്ല, ഇതിന് കുറച്ച് ചാണകമാണ്. കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭീംതാൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് മഹാഭാരതത്തിലെ ഭീമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തടാകമാണ്. വാഹനം നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും. നല്ല തിരക്കുണ്ട്, നല്ല ക്രൗഡുണ്ട് കേട്ടോ. എന്ത് വലിയ മരമാണെന്ന് നോക്കിയേ. പൊളി മരം കേട്ടോ. ഇത് എന്ത് മരമാ? കശ്മീർ, ശ്രീനഗറിലൊക്കെ ഈ ടൈപ്പ് ഇലയുള്ള മരം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാ ടോയ്ലറ്റ് കണ്ട, ഭംഗിയായി അലങ്കരിച്ച ടോയ്ലറ്റ്. എങ്ങനെയാണ് ടൂറിസത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് ഇവർ നമ്മളോട് പറഞ്ഞു തരും. നമ്മുടെ നാട്ടിലൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ നോക്കണം. ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, സൂ റോഡ്, ഹോട്ടൽ പ്രൈം റോസ്, വെൽക്കം പാർക്ക്, ബിർള സ്കൂൾ. അതൊക്കെ ഇതിൻ്റെ അടുത്താണ് കേട്ടോ. ഇവിടെ വന്നാൽ കാണാൻ ഒരു സൂ ഉണ്ട് കേട്ടോ, നൈനിറ്റാൾ സൂ എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാലും ടൂറിസ്റ്റുകളാണ്. ചാക്കുമായിട്ടൊക്കെ ആളുകൾ വന്ന് നോക്കി. ചാക്കുമായിട്ട് ഹോട്ടൽ എവറസ്റ്റ്, അൽക്ക. ഇവിടെ താഴേക്ക് ഓപ്പണായിട്ട് ഇവിടെ തുറന്നു വെച്ച സ്ഥലമുണ്ട് ബോട്ടിങ്ങിൻ്റെ ഏരിയയിലേ. വെൽക്കം ടു റോട്ടറി ഓപ്പൺ ജിം. ഇതാണ് നമ്മുടെ ബോട്ട് സവാരിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കിയിരിക്കുന്ന ബോട്ടുകളൊക്കെയാണ്. ഇവിടെ നിന്നും നമുക്ക് ബോട്ടിങ് നടത്താം. അരയന്നം പോകുന്ന നോക്കി. ആഹാ, അടിപൊളി. അരയന്നത്തെ കണ്ട ഞങ്ങള് ഒഴുകി നടക്കുകയാണ് അരയന്നങ്ങൾ. ആഹാ, അവരെ ലൈനായിട്ട് പോവാണ് കേട്ടോ. എവിടെയോ ലൈനായിട്ട് പോവാണ്. ഇത് മനോഹരമായ കാഴ്ചയാണല്ലേ.
ആ ഭാഗത്ത് കുറേ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ അക്കരെ സെൽഫായിട്ട് ആളുകൾ തുഴഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങനെയുള്ളതുണ്ട്. ഇത് പെഡസ്റ്റൽ ബോട്ട് എന്നോ അങ്ങനെ എന്താണ് പറയുക. പിന്നെ ബോട്ട് തുഴയാൻ ആളുകളെ തന്നുകൊണ്ടുള്ള ഏർപ്പാടുണ്ട്. അരയന്നങ്ങളുടെ ടൈപ്പുള്ള ബോട്ടും ഉണ്ട്. അതാ ദൂരെ ഒരു അരയന്ന ബോട്ട് പോകുന്നുണ്ട്. ക്ഷേത്രം അതിന് ഓപ്പോസിറ്റ് ആട്ടോ. നമ്മളിവിടെ നോക്കിയാൽ കാണാനുണ്ട് ക്ഷേത്രം. ഇവിടെ വന്നാലുള്ളൊരു മെച്ചം എന്താ വെച്ചാൽ ആ താഴ്വരയിലൊക്കെയുള്ള ആ വൃത്തികേടും ചൂടും മനസ്സിനെ മടുപ്പിക്കുന്ന കാഴ്ചകളും പൊടിയും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ല ശുദ്ധവായു ശ്വസിച്ച് അടിപൊളിയാണ്. പക്ഷെ ഇവിടെ റൂം ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ. റൂം നമ്മളിപ്പോൾ ഇന്ന് വൈകിട്ട് ഇവിടെ തിരിച്ചു പോകും. നമ്മൾ ഹൽദ്വാനിക്ക് തന്നെ. അവിടെ ആകുമ്പോൾ നമുക്ക് അത്ര വലിയ വാടകയില്ലാതെ 1000-1200 രൂപ കിട്ടും. ഇവിടെയാണെങ്കിൽ 3500 മുതൽ 4000 ഒക്കെയാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഭയങ്കര കോസ്റ്റാണ് ഇവിടെ. മനസ്സിലായോ? എവിടെ നോക്കിയാൽ ആ ബോട്ടിങ്ങിൻ്റെ കാഴ്ചകളാണ്. ഇവിടുത്തെ പുസ്തകാലയ, അതായത് വായനശാല കേട്ടാ, നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയാണ് ഒരു വായനശാലയെ, പുസ്തകാലയത്തെ വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നത്. നോക്കിയേ, അടിപൊളിയല്ലേ? ഇവിടുത്തെ ആ ടോയ്ലറ്റ് സംവിധാനങ്ങളാണ് സമ്മതിക്കണം. എന്ത് നീറ്റായിട്ടാണ് ടോയ്ലറ്റുകളെ കൈകാര്യം ചെയ്ത് നോക്കി. ഇവിടുത്തെ ഫുട്പാത്ത് അടിപൊളിയാണ് കേട്ടോ. നല്ല നീറ്റാണ്. എന്ത് വൃത്തിയുണ്ടെന്നറിയോ. ഇങ്ങനെയാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സംരക്ഷിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയൊക്കെ അവസ്ഥ അറിയാലോ. യാതൊരു നയവും നിലപാടും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കുള്ളത്. അവിടെ വേസ്റ്റ് ഡബ് ചെയ്യലും ഒക്കെ ഉണ്ട്. ഇവിടെ വെള്ളം കുടിക്കണം എന്നാണ്. ഇവിടെ നോക്കി എന്ത് ഭംഗിയാണെന്നറിയോ. എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്ത് നോക്കൂ. ഇതൊക്കെ പഠിക്കണം. അവിടെ ടൂറിസം മന്ത്രിയൊക്കെ ഇങ്ങോട്ട് വരണം. നിറയെ ബോട്ടുകളാട്ടോ, നിറയെ ബോട്ടുകളാണ്. പൂവ് നോക്കിയേ, ആ മരത്തിലേ ഒരു വെള്ളപ്പൂവുണ്ട്. ഇവിടുത്തെ ബോട്ട് ഹൗസ് ഇവിടെയാണ് കേട്ടോ. ഇവിടുന്ന് തിരിഞ്ഞാൽ കുറച്ചൊന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ക്ഷേത്രമുണ്ട്, നൈനാദേവിയുടെ ക്ഷേത്രം. ശക്തി പീഠങ്ങളിൽ ഒന്നാണ്. അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ എന്ത് മനോഹരമാണ്. ഇതാണ് മെയിനായിട്ട് സ്ഥലം. നൈനാദേവി ടെമ്പിൾ, ബോട്ടിയ മാർക്കറ്റ്. ഇവിടുത്തെ മെയിൻ മാർക്കറ്റ് ഇവിടെയാണ്. ഇവിടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ആദരണീയ വ്യക്തിയുടെ പ്രതിമയാണ്. അവിടെ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നു. ഇവിടെ നിന്നാണ് ഗേറ്റ്. ഗേറ്റ് വഴി നമുക്ക് ഉള്ളിലേക്ക് പോകണം. വിജയേട്ടൻ മുന്നിൽ പോയി കേട്ടോ. ഉണ്ടോ? ഇവിടെ കാണാനുള്ള കാര്യങ്ങൾ നൈനിറ്റാൽ ബേർഡ്സ് ഐ വ്യൂ, നൈനിറ്റാൽ ലേക്ക്, വാട്ടർഫോള്, ഹിമാലയൻ ദർശൻ, പിന്നെ ഭീംതാൾ ലേക്ക്, അത് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. ലവേഴ്സ് പോയിന്റ്, കേവ് ഗാർഡൻ, പിന്നെ ഹനുമാൻ ഗർഹി, പിന്നെ കാഞ്ചി ടെമ്പിൾ, പിന്നെ എന്താണ് ഗോരഖൽ ടെമ്പിൾ. അങ്ങനെ കുറേ സംഭവങ്ങൾ. മുക്തേശ്വറൊക്കെ ദൂരാണ് കേട്ടോ. ഇവരിതൊക്കെ കാണിച്ച് വെറും ആളെ പറ്റിക്കുക. ഇവിടെ ഒന്നും അല്ലാതെ ഇച്ചിരി ദൂരം പോകണം. പിന്നെ കൗസാനി പറയുന്നുണ്ട്. വിജയേട്ടൻ മുന്നോട്ടേക്ക് പോയി. നമുക്ക് മുന്നോട്ടേക്ക് നടക്കാം. അതിമനോഹരമാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് കേട്ടോ.
ഒന്നും പറയാനില്ല. ഇവിടെ ഒരു ഗുരുദ്വാരയുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്ത് ഗംഭീരമായൊരു ഗുരുദ്വാരയാണ്. ആകെ ക്രൗഡാണ് കേട്ടോ. ഈ ചൂട് കാരണം എല്ലാം അവിടെയുള്ള പബ്ലിക് കംപ്ലീറ്റ് ഹരിയാന, രാജസ്ഥാൻ ഒക്കെ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗുരുദ്വാരയുണ്ട്, പിള്ളേർ കളിക്കുന്ന സ്ഥലമുണ്ട്. ഫുട്ബോൾ കളിക്കുകയാണ്. ആ ഗുരുദ്വാര ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഗുരുദ്വാര, കണ്ട ഗംഭീരമായൊരു ഗുരുദ്വാരയുണ്ട്, അടിപൊളി. അതിന് ഓപ്പോസിറ്റ് ആണ് നൈനാദേവിയുടെ ക്ഷേത്രം ഇരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ തമ്പടിച്ചിരിക്കുക കേട്ടോ. ഇതാ മഹർഷി എന്താണ് വാത്മീകി അങ്ങനെ എന്തോ എഴുതിയിരിക്കുന്നു അവിടെ, ഹിന്ദിയിൽ എഴുതിയിരുന്നു. അകത്തേക്ക് വേണം പോവാം. അടിപൊളിയാണ്. നമുക്ക് ആദ്യം ഫുഡ് കഴിച്ചിട്ടേ ബാക്കി കാര്യം. ഭക്ഷണം വിശക്കുന്നുണ്ട്. രാവിലെ രണ്ട് സമോസ മാത്രമാണ് കഴിച്ചത് കേട്ടോ. 2 സമോസ മാത്രമേ കഴിച്ച്. നല്ല വിശപ്പാണ്. ഇവിടെ വല്ല സൗത്ത് ഇന്ത്യൻ കിട്ടുമോ നോക്കട്ടെ, സാധ്യതയുണ്ട്. ചോറാണ് കേട്ടോ. ചോറില് എന്തോ ദാലും ഉരുളക്കിഴങ്ങും ചേർന്നൊരു സംഭവമാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. നല്ല ചൂടുകളാണ്. കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഉണ്ട്, സംഭവം കൊള്ളാം. ചോറാണ്, ചോറ് എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ഇപ്പൊ ഇവിടെ കിട്ടുമ്പോ? ഇവിടെ കിട്ടുമ്പോ അടിപൊളിയല്ലേ? അടിപൊളി. പ്രത്യേകിച്ച് വിശപ്പുണ്ട്. നല്ല വിശപ്പാ. വിശന്നിട്ടാണ് അടിപൊളി പറയുന്നത്. 2000 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു നൈനാദേവി ടെമ്പിളും അതുപോലെ തന്നെ ഇവിടുത്തെ തടാകവും സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വേനൽക്കാല വസതി എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ഷേത്രവും ഈ ദാൽ തടാകവുമാണ്, നൈനിതാൽ തടാകവുമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയും അതിന് രക്ഷപ്പെടാൻ ആളുകൾ എത്തുന്നതും അവരെ ഹണിമൂൺ ആഘോഷിക്കാൻ ആളുകൾ എത്തുന്നതും ഒക്കെ തന്നെയാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് കേട്ടോ. മെയിൻ നൈനാദേവി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള അടിപൊളി മാർക്കറ്റാണിത്. ഇവിടെയാണ് എല്ലാ ഫുഡ് സ്ട്രീറ്റും ഒക്കെ ഉള്ളത്. ഇവിടെയാണ്. നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം കേട്ടോ. ഇതാണ് ഫുഡ് സ്ട്രീറ്റുകളാണ്. ഈ ഭാഗത്തൊക്കെ ഫുഡ് സ്ട്രീറ്റാണ്. പൊറോട്ടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പൊറോട്ടയൊക്കെ ഉണ്ട് ഇവിടെ. പൊറോട്ടയുണ്ട്, മൊമോസുണ്ട്, എല്ലാ ഫുഡുണ്ട്. ഫുഡ് സ്ട്രീറ്റ് ആണ്. ഫുഡ് സ്ട്രീറ്റ്, വെജ്, ചാവൽ, ചോറും എല്ലാം ഉണ്ട്. ഫുള്ളാണ് അവിടെയൊക്കെ. ഒരു സാധനം കിട്ടണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. ഇഡ്ഡലി ഉണ്ടാക്കുന്നു. ഇഡ്ഡലി ഇത് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി എല്ലാം സൗത്ത് ഇന്ത്യനും എല്ലാം ഉണ്ട്. അതാ പൂരിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഫുഡ് കോർട്ടിൽ ഫുള്ളാണ്. ഇതൊക്കെ തുണികൾ വിൽക്കുന്ന, പലതരത്തിലുള്ള ഡ്രസ്സ് മെറ്റീരിയലുകൾ വിൽക്കുന്ന സ്ഥലമാണ്. ക്ഷേത്രം കാണുന്നതാണ് കേട്ടോ ക്ഷേത്രം. ഞാൻ മാർക്കറ്റിൽ നിന്ന് ഒരു തൊപ്പി വാങ്ങി കേട്ടോ. എങ്ങനെയുണ്ട് തൊപ്പി? കൊള്ളാമോ? ഇച്ചിരി മുടി വെച്ച് കഷണ്ടിയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ഭംഗി കിട്ടാൻ ഈ തൊപ്പി നല്ലതാണെന്നാണ് എൻ്റെ ഗുരുജി പറഞ്ഞത്. അതനുസരിച്ചാണ് തൊപ്പി വാങ്ങിയത്. മൂപ്പര് എവിടെ പോയി? മുന്നോട്ട് പോയോ? യെസ്, മൂപ്പര് മുന്നോട്ടേക്ക് നടന്ന്. നമുക്ക് മൂപ്പര് പോകുന്ന വഴി നോക്കി നമുക്ക് പോകാം. ഇതാണ് നൈനാദേവി ടെമ്പിൾ. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നൈനാദേവി ടെമ്പിൾ. ശക്തിപീഠമാണ്. 100-ലധികം ശക്തിപീഠങ്ങളുണ്ട് കേട്ടോ. അതിൽ ഇന്ത്യയിൽ മാത്രമല്ല, ബംഗ്ലാദേശിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട് ശക്തിപീഠങ്ങൾ. വാ, അത് ചപ്പൽ താഴെ ഇടാം, അതൊന്നും വിഷയമല്ല. ചപ്പൽ നമുക്ക് താഴെ ഇടാലോ. ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് തൊഴുതിട്ട് വേണ്ടേ പോവാൻ. ഭയങ്കര ജനമാണ് കേട്ടോ. അവിടെയൊക്കെ ഫുൾ ജനമാണ്. ഇവിടെ ചെരുപ്പ് ഇവിടെ ഊരി വെക്കണം. ഇതാണ് അവിടെ കൊടുക്കാം. ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം ഇവിടെയുണ്ട് കേട്ടോ. സാവധാൻ ചെരുപ്പ് ഇവിടെ സൂക്ഷിക്കാം. ഇവിടെ ആ ക്ഷേത്രം കണ്ടുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. ഇതാണ് ദേവി ക്ഷേത്രം കേട്ടോ.
ഇത് ഹനുമാനാണ്, ഹനുമാൻ. ശ്രീ മാ നയനാദേവി ആ ഭാഗത്ത്. ഇതാണ് ശ്രീ ഹനുമാൻജിയുടെ ചാലി സ്പോട്ട് കേട്ടോ. ഹനുമാൻജി ടെമ്പിളാണ് കേട്ടോ ഇത്. ഹനുമാൻജി ടെമ്പിളാണ്. ഇവിടെയൊക്കെ വെള്ളമുണ്ട് കേട്ടോ. എൻ്റെ സോക്സൊക്കെ നനഞ്ഞു. പിന്നെ അവിടെ നിന്ന് മെയിൻ ടെമ്പിൾ നമുക്കൊന്ന് കാണിച്ചു തരേ. മെയിൻ ടെമ്പിൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ വിരൽ കുടുങ്ങിയല്ല അതിൻ്റെ ഇടയിൽ. മെയിൻ ടെമ്പിൾ ഇതാണ് മെയിൻ ടെമ്പിൾ. നയനാദേവി ക്ഷേത്രം കേട്ടോ. നയനാദേവി ടെമ്പിൾ തടാകക്കരയിലുള്ള ക്ഷേത്രമാണ് നയനാദേവിയുടെ ക്ഷേത്രം. പിന്നെ ഇവിടെ എന്തൊക്കെയോ വേറെയും ഉണ്ട് കേട്ടോ ക്ഷേത്രങ്ങൾ. വേറെയും ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ മുഴുവൻ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ചന്ദനത്തിരി. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇത് ഭൈരവ് മന്ദിർ. ശിവനായിരിക്കും, ഭൈരവൻ. ശിവൻ്റെ പടയാളികളിൽ പെടുന്നതാണ് ഭൈരവന്മാർ. പിന്നെ ഇവിടുന്ന് കയറിയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇതാ ഈ ക്ഷേത്രത്തിന് ആളുകൾ ചുറ്റം വെക്കുകയാണ്, പ്രദക്ഷിണം വെക്കുകയാണ്. ഇവിടെയൊക്കെ പല ക്ഷേത്രങ്ങളുടെയും ധാമങ്ങളുടെയും ഒക്കെ പടങ്ങളുണ്ട് വെച്ചിട്ട്. നമുക്ക് ഈ അതിൻ്റെ ഉള്ളിലെ ക്ഷേത്രത്തിലേക്കൊന്ന് പോവാം. എല്ലാവരും പ്രാർത്ഥിച്ച് ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നുണ്ട്. അവിടെ തന്നെ ചന്ദനത്തിരി പുറത്ത് അത് ആളുകൾ വാങ്ങിക്കൊണ്ടുവന്നാണ് കത്തിക്കുന്നത്. ഇതാ കൊച്ചു കത്തിക്കുന്നുണ്ട് കണ്ടോ, ചന്ദനത്തിരി. ഭൈരവ്. പിന്നെ ഇവിടെ ഒരു ടെമ്പിളും കൂടി ഉണ്ട്. ഇവിടെ ഒരു ക്ഷേത്രം, ശ്രീ നവഗ്രഹ മന്ദിർ, ശ്രീ മാം സപ്തർഷി മന്ദിർ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നൈനാ നദിക്ക് നേരെ അഭിമുഖമായിട്ടാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. നൈനാ നദിയല്ല, തടാകം. ഈ തടാകത്തിന് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. തടാകമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയൊക്കെ എന്തൊക്കെ പൂജകളും പാണ്ഡകളും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭണ്ഡാരിമാർ, തിവാരിമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പൂജയാണ്. ഇവർ പ്രത്യേകമായ മന്ത്രങ്ങളൊക്കെ ചൊല്ലി പൂജയൊക്കെ ചെയ്തു കൊടുക്കും. ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. അവിടെ കൊടികൾ, ധ്വജങ്ങൾ ഉണ്ട്. ഇതതിൻ്റെ ആഫീസാണ്. ഈ ഭാഗത്താണ് അതിൻ്റെ ആഫീസ്. ഇവിടെയൊക്കെ തന്നെ പൂജാരിമാരിയ്ക്കുന്നുണ്ട്. പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിയ്ക്കുന്നത്. ആളുകളൊക്കെ ഫോട്ടോ എടുത്ത് ഈ തടാകത്തിൻ്റെ ഭംഗിയിൽ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് ആസ്വദിക്കുന്നു. ഇത് എല്ലാം കൊണ്ട് ആത്മീയതയുണ്ട്, ഭൗതികതയുണ്ട്, ടൂറുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. ബോട്ടിംഗ് ആണ് മെയിൻ അട്രാക്ഷൻ.